സെൻസസ് 2021 നടത്തിയിരുന്നെങ്കിൽ ഈ മൂന്നാം മോദി ഗവൺമെന്റ് വരില്ലായിരുന്നു. കാരണം ഈ അസമത്വം ഇത്രയധികം വളർന്നിരിക്കുന്നത്, അതുപോലെ സമസ്ത മേഖലകളിലും സത്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ഒരു 30 വർഷത്തെ പിന്നോട്ടടിയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏറ്റിരിക്കുന്നത്. 30 വർഷത്തെ പിന്നോട്ടടിയെ. എന്താ കാരണം? തോമസ് പിക്കറ്റിയുടെ ഒക്കെ ആ പഠനത്തിൽ പറയുന്നുണ്ട് 1922 2023 ഇടയ്ക്കുള്ള 100 വർഷത്തെ കാലഘട്ടത്തെ പറ്റിയാണ് പഠിച്ചിരിക്കുന്നത്. ആ 100 വർഷത്തിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ, ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം ഏറ്റവും ഉയർന്നല്ല, പക്ഷെ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്നതാണ്. അസമത്വം ഏറ്റവും കൂടിയ 10 വർഷങ്ങളാണ് ഈ കഴിഞ്ഞ 2014 മുതൽ 2023 വരെയുള്ള 10 വർഷങ്ങൾ, 2024 വരെയുള്ള 10 വർഷങ്ങൾ എന്നാണ് ആ ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത്തരം സത്യങ്ങളൊക്കെ പുറത്ത്, ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെ ഇങ്ങനെ അസന്തുലിതാവസ്ഥ വർദ്ധിക്കുന്നു, എങ്ങനെ ഇങ്ങനെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ ഈ കോർപ്പറേറ്റ് നയങ്ങൾ, അത് അവരുടെ ഗ്രന്ഥത്തിൽ അവർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ 21.1% ഇന്ത്യയിലെ 1% കോടീശ്വരന്മാരുടെ, കോർപ്പറേറ്റുകളും കോടീശ്വരന്മാരും അടങ്ങിയ 1% കയ്യിലാണ്. അതുപോലെ ഇന്ത്യയുടെ ധനത്തിന്റെ 40.6% ഈ പറഞ്ഞ 1% കോടീശ്വരന്മാരുടെയും കോർപ്പറേറ്റുകളുടെയും കയ്യിലാണ് എന്നൊക്കെയാണ് ആ പഠനം കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയുടെ വളർച്ചയെ വഴിതിരിച്ചുവിട്ട, അതിനെ സങ്കുചിതമായി അസന്തുലിതാവസ്ഥയിലേക്ക് വഴിതിരിച്ചുവിട്ട ഭരണമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നാം ഇവിടെ കണ്ടത്. പക്ഷെ അതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 2021 സെൻസസ് നടത്താത്തത് കൊണ്ട്. അത്തരം ഒരുപാട് വിശദാംശങ്ങൾ, ഒരുപക്ഷെ ഈ സെൻസസ് നടത്താതിരുന്നത് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരരുത്, മൂന്നാമത് മോദി സർക്കാരിന് ഭരണത്തിൽ വരണം എന്ന ആ ആഗ്രഹം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ കരുപിടിപ്പിച്ചത് കൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു സെൻസസ് നടത്താമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തെ നമുക്ക് സസന്തോഷം സ്വീകരിക്കാം. കാരണം ആ സെൻസസിന്റെ കണ്ടെത്തൽ എന്ത് ഭീകരമായ കണ്ടെത്തലാണെങ്കിൽ പോലും അതിനെ നേരിടാൻ ഇന്ത്യ സജ്ജമായേ പറ്റുകയുള്ളൂ. അതിനെ നേരിടാനുള്ള വഴികൾ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി, കാരണം ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്. ഭരണപക്ഷം ശക്തമെന്ന് നമ്മളല്ല പറയേണ്ടത്, അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പക്ഷെ പ്രതിപക്ഷം ശക്തമാണ്. അതുകൊണ്ടാണ് ഈ ലാറ്ററൽ എൻട്രി കേസൊക്കെ ഇപ്പോൾ തട്ടി മാറ്റി കളഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ അത് തന്നെ ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സെൻസസ് വരട്ടെ. സെൻസസ് വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസും മറ്റ് ലോകരാഷ്ട്രങ്ങളും പോകുന്ന വഴിയെ തന്നെ നമുക്കും പോകാൻ പറ്റും. ഈ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന എല്ലാ വിശദമായ കാര്യങ്ങളും അവയെ നാം കൃത്യമായി അറിയുന്നത് സെൻസസ് വഴിയാണ്. ആ സെൻസസ് വേണം. സെൻസസ് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുട്ട് മതി, പ്രകാശം എന്നെ ഭയപ്പെടുത്തും എന്ന് പറയുന്നതിന് തുല്യമാണ്. ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയെ പറ്റിയുള്ള എല്ലാ കൃത്യമായ കണക്കുകളും ശരിയായ സ്ഥിതിവിവര കണക്കുകൾ വഴിയാണ് പുറത്തു വരേണ്ടത്. അതായത് വസ്തുനിഷ്ഠമായ കണക്ക് എന്ന് പറയുന്നത് ആ രാജ്യം നടത്തുന്ന എല്ലാ 10 വർഷവും നടത്തുന്ന ആ സ്ഥിതിവിവര കണക്ക് തന്നെയാണ്. അത് അത്ര കൃത്യതയോടുകൂടിയാണ്. അത് ഒരു രാജ്യം തന്നെയല്ല നടത്തുന്നത്, അന്താരാഷ്ട്ര താരതമ്യം. അതിനു വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് ആണ് അതിൻ്റെ പോപ്പുലേഷൻ വിങ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ ഈ എല്ലാ 10 വർഷവും കൂടുമ്പോൾ പോപ്പുലേഷൻ സെൻസസ്, പോപ്പുലേഷൻ സ്ഥിതി വിവര കണക്ക് എടുക്കണം എന്ന നിയമസംഹിത ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും കമ്പയറബിൾ ആണ്, താരതമ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ താരതമ്യപ്പെടുത്തിയാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പോപ്പുലേഷന്റെ വളർച്ച എങ്ങനെയാണ്, അതുപോലെ ആളോഹരി വരുമാനത്തിന്റെ വളർച്ച എങ്ങനെയാണ്, ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ വളർച്ച എങ്ങനെയാണ്. അങ്ങനെ ഓരോരോ കാര്യം, അതായത് ഏതു മേഖല എടുത്താലും ആ മേഖല ഇന്ത്യയുടെ മാത്രം വളർച്ച കണ്ടിട്ട് ഒരു കാര്യവുമില്ല. ഇന്ത്യ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെ, അതാണ് അറിയേണ്ടത്. അതുപോലെ ഓരോ രാജ്യത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ താരതമ്യത്തിൽ മെച്ചപ്പെട്ട പ്രകടനമാണോ കാഴ്ചവെക്കുന്നത് അതോ മോശമായ പ്രകടനമാണോ കാഴ്ചവെക്കുന്നത് എന്നറിഞ്ഞു വേണം നാം നമ്മെ തന്നെ വിലയിരുത്താനായിട്ട്. അതിനു വേണ്ടിയാണ് ഈ അന്താരാഷ്ട്ര താരതമ്യം സാധ്യമാക്കാൻ വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ പോപ്പുലേഷൻ വിങ് തന്നെ ഒരു മെത്തഡോളജി സൃഷ്ടിച്ച് ആ മെത്തഡോളജി അനുസരിച്ചാണ് അതിലെ യുണൈറ്റഡ് നേഷൻസിൽ അംഗങ്ങളായിട്ടുള്ള 206 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഈ പോപ്പുലേഷൻ സെൻസസ് നടത്തുന്നത്.
ആ മെത്തഡോളജി അനുസരിച്ചാണ്. ആ മെത്തഡോളജി അനുസരിച്ച് സെൻസസ് നടത്തിയ അവസാനത്തെ സെൻസസ് നമ്മുടേത് 2011 സെൻസസ്. 2011 ശേഷം 2021 സെൻസസ് നടത്തേണ്ടതായിരുന്നു. അന്ന് കോവിഡ് മുഖാന്തരമാണ് നടത്താത്തത് എന്നാണ് പറയുന്നത്. അതിൻ്റെ വാസ്തവം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു കാരണമാണ്, തീർച്ചയായിട്ടും അതൊരു തടസ്സം തന്നെയായിരുന്നു. പക്ഷെ ആ തടസ്സം കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, അതായത് കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സെൻസസ് നടത്താമായിരുന്നു. പക്ഷെ അത് നടത്തിയില്ല. അപ്പം കോവിഡ് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്ക് വിശ്വസനീയമായ ഒരു ന്യായീകരണമായിട്ട് തോന്നുന്നില്ല. അപ്പം അത് മാത്രവുമല്ല, ഗവൺമെന്റിന്റെ ചില നിഗമനങ്ങൾ, ഗവൺമെന്റ് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളിൽ സുതാര്യതയില്ലായ്മയുണ്ട്. കാരണം BJP ഗവൺമെന്റ് വന്ന് അധികം താമസിയാതെ തന്നെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിരുന്ന അദ്ദേഹം പിന്നെ റിസൈൻ ചെയ്തു പോയി. അദ്ദേഹം റിസൈൻ ചെയ്തു പോകാനുണ്ടായ കാരണം തന്നെ, അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഓരോ മേഖലയെ പറ്റിയും കണ്ടെത്താറുള്ളതെന്ന് വെച്ചാൽ വളരെ വ്യാപ്തമായ സ്ഥിതി വിവരക്കണക്ക് ശേഖരണമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സംസ്ഥാന തലങ്ങളിൽ എല്ലാം നടത്തി. തലങ്ങളിൽ നടത്തുന്നതിനൊക്കെ കൃത്യമായ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നടത്തുന്ന സെൻസസ് ശേഖരണം, അങ്ങനെ ശേഖരിച്ച സെൻസസ് ഓരോ പിന്നെ അവസാനം കൊണ്ടുവന്ന് അതിനെയെല്ലാം കൂടി എന്താ പറയുക, ഒരു നാഷണൽ ലെവലിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്ന രീതി, അതായത് കൂട്ടിച്ചേർക്കപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളുടേതുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട് രാഷ്ട്രത്തിൻ്റെതാക്കി മാറ്റുന്ന ആ രീതിയൊക്കെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. വളരെ മഹത്തായ വലിയ ഒരു ധർമ്മമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യേണ്ട ആ ജോലിയിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്തു പോയി? അദ്ദേഹത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത്, അതായത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ നിയമപരമായ രീതിയിലുള്ള പ്രവർത്തനവും കൊണ്ടുവരുന്ന സ്റ്റാറ്റിസ്റ്റിക്സും അക്സെപ്റ്റ് ചെയ്യാൻ വൈമുഖ്യം കാണിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് എന്ന ഒരു കാരണമാണ് അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് തന്നെ ആയിരുന്നിരിക്കാം. കാരണം പിൽക്കാലത്ത് പല സമയത്തും ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ഡാറ്റ കൊണ്ടുവന്നാൽ ആ ഡാറ്റ നിരാകരിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഇഷ്ടമുള്ള രീതിയിൽ ഡാറ്റ ചിട്ടപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിലുടനീളം കാണുന്നുണ്ട്. പൊതുവായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കണക്കുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തേക്ക് വിടുന്ന, അവരുടെ ഭരണ മികവ് കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുന്ന പല കണക്കുകളും അബദ്ധ ജഡിലങ്ങളാണ്, ശുദ്ധ കള്ളങ്ങളാണ്, സത്യത്തോട് യാതൊരു തരത്തിലും നീതി പുലർത്തുന്നവയല്ല. ഉദാഹരണത്തിന് നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയെ ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിൽ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തില്ല. ഡിസ്മിസ് ചെയ്യത്തക്ക പരുവത്തിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള പോപ്പുലേഷൻ പോളിസി വിങ്ങിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് നടപടിയായിട്ട് സസ്പെൻഡ് ചെയ്തു. എന്തിനായിരുന്നു സസ്പെൻഡ് ചെയ്തതെന്ന് അറിയുമ്പോഴാണ് വളരെ രസകരമായ കാര്യം. അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയില് അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടെത്തിയത് ഓപ്പൺ ഡെഫിക്കേഷൻ, അതായത് പുറത്ത് മലമൂത്ര വിസർജനം നടത്തുന്നവര് ഇന്ത്യയിൽ അപ്പോഴും 2019-21 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിലാണ് പറയുന്നത് 19% ഇന്ത്യക്കാർ ഇപ്പോഴും ഓപ്പൺ ഡെഫിക്കേഷൻ ആണെന്ന്, അതായത് പുറത്താണ് മലമൂത്ര വിസർജനം നടത്തുന്നതെന്ന്. അതാണ് നരേന്ദ്രമോദിയെ ചൊടിപ്പിച്ചത്. എന്താ കാരണം? അദ്ദേഹം 2019 ഇലക്ഷൻ സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഇന്ത്യ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, അതായത് മലമൂത്ര വിസർജനം പുറത്ത് ആരും നടത്താത്ത ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു, വളർന്നിരിക്കുന്നു. എല്ലാവർക്കും ശൗചാലയങ്ങളും മറ്റു സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആണ് ഇന്ത്യ, ആരും പുറത്ത് മലമൂത്ര വിസർജനം നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി ഗവൺമെന്റ് 2ാം പ്രാവശ്യം ഭരണത്തിൽ വന്ന് ഒട്ടും താമസിക്കുന്നതിന് മുൻപെയാണ് 2019-20 ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ടില് 19% ഇന്ത്യക്കാർ ഓപ്പൺ ഡെഫിക്കേഷനാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് വരുന്നത്. അത് ശരാശരിയാണ്. ചില സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതൽ പേരാണ്, ചില സംസ്ഥാനങ്ങളിൽ അത് കുറച്ച് കുറവുമാണ്. എങ്കിലും ശരാശരി 19% പേര് ഓപ്പൺ ഡെഫിക്കേഷൻ, പുറത്ത് വെളിയിൽ മലമൂത്ര വിസർജനം നടത്തുന്നവർക്ക് മലമൂത്ര വിസർജനത്തിന് ഉള്ള ശൗചാലയങ്ങളില്ല എന്നാണ് കണ്ടെത്തല്.
ആ കണ്ടെത്തൽ എത്രയോ വർഷങ്ങളായി നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണ്ടെത്തലുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായി ഇന്ത്യൻ ഇക്കോണമി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തു. ഡിസ്മിസ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ ആയി വരുന്നതിന് മുൻപ് അദ്ദേഹം തന്നെ റിസൈൻ ചെയ്ത് UN പോപ്പുലേഷൻ പോളിസി വിങ്ങിലേക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ കിട്ടിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കുഴപ്പമായിരുന്നില്ല. ഇവിടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡാറ്റ കിട്ടണം. ഇതുപോലെ ഒരു 100 എക്സാമ്പിൾസ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ പറയാൻ പറ്റും. ഉദാഹരണത്തിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പോലെ ഈ 80 കോടി പേരെ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഗുളികയാണ് ഇത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അത് ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല, ഒരാൾ കേസ് കൊടുത്തു. ഈ പണം മുഴുവൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു പൈസയും ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസ് പഠിച്ച് മനസ്സിലാക്കിയപ്പം സുപ്രീം കോടതി തന്നെ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണ്, ഇതിന്റെ 80%, ഇതിനു വേണ്ടി വകയിരുത്തിയിരിക്കുന്ന ഫണ്ടിന്റെ 80% അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം? പെൺകുട്ടികളെ രക്ഷിക്കൂ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെൺഭ്രൂണഹത്യ, പെൺകുട്ടികൾ ഒരു ബാധ്യതയാണ് എന്ന് വിചാരിച്ച് പെൺഭ്രൂണഹത്യ, ഭ്രൂണത്തിലെ അവരെ ഹത്യ ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ തോത് നോക്കണം, അതായത് 52% പുരുഷന്മാരും 48% സ്ത്രീകള്. മറിച്ച് കേരളത്തിലേക്ക് വരുവാണെങ്കിൽ കേരളത്തിൽ ഈ ടെൻഡൻസി വളരെ കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് കേരളത്തിലെ പോപ്പുലേഷൻ എങ്ങനെയാണ്? 52% സ്ത്രീകളും 48% പുരുഷന്മാരുമാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ടു ഇറ്റ്സെൽഫ്, അതായത് പ്രകൃതി ഗതിക്ക് തന്നെ വിടുകയാണെങ്കിൽ ആൺകുഞ്ഞിനേക്കാൾ സർവൈവൽ ശേഷി കൂടുതലുള്ളത് പെൺകുഞ്ഞിനാണ്. ഇത് പ്രകൃതി നിയമമാണ്. അങ്ങനെ പ്രകൃതി നിയമം അനുസരിച്ചാണ് കേരളത്തിലെ, അതായത് കൈയുടെ കടത്തലുകളില്ല, ഇവിടെ സൺ പ്രിഫറൻസ് കുറവാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ 1048 പെൺകുട്ടികൾക്ക് 1000 പുരുഷന്മാരെ കേരളത്തിലുള്ളൂ. പെൺകുട്ടികളാണ് കൂടുതൽ പുരുഷന്മാരെക്കാളും കേരളത്തിൽ. പക്ഷെ ഓൾ ഇന്ത്യ തലത്തിൽ മറിച്ചാണ്. 1000 പുരുഷന്മാർക്ക് 927 സ്ത്രീകളെ ഉള്ളൂ. ഇന്ത്യയിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. 1000 പുരുഷന്മാർക്ക് 927 സ്ത്രീകളെ ഉള്ളൂ. എന്ന് വെച്ചാൽ സൺ പ്രിഫറൻസ് വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് കൃത്യമായ സെൻസസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ സൺ പ്രിഫറൻസ് കൂടുന്നുണ്ടോ, പെൺകുട്ടികളെ പിന്നെ ജനിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ജനിച്ച് വീഴുമ്പോഴേ തന്നെ ഏതെങ്കിലും തരത്തിൽ കൊല്ലുന്നുണ്ടോ, ഇതൊക്കെ അറിയണമെങ്കിൽ ഇതൊക്കെ വലിയ സാമൂഹ്യ വിപത്തുകളാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലെ തന്നെയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോപ്പുലേഷൻ സെൻസസ് എടുത്താൽ മാത്രമാ ഡേറ്റ് ഓഫ് ബർത്ത് എവിടെ കുറയുന്നു, എവിടെ കൂടുന്നു, അപകടകരമായിട്ട് കൂടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അവിടെ പോപ്പുലേഷൻ പോളിസി കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട്. അതുപോലെ പിന്നെ സംവരണത്തിന്റെ കാര്യമാണെങ്കിൽ അത് ജാതി സെൻസസ് വന്നില്ലെങ്കിൽ തന്നെ പോപ്പുലേഷൻ സെൻസസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അകമ്പടിയോടുകൂടി ഒരു സമ്പദ്ഘടനയുടെ വളർച്ച പ്ലാൻ ചെയ്താൽ മാത്രമേ അത് വേണ്ട രീതിയിൽ, എന്ന് വെച്ചാൽ അസന്തുലിത അവസ്ഥ കുറച്ച് ഒരു ഇക്വാളിറ്റിയിലേക്ക്, തുല്യതയിലേക്ക് ഒരു യാത്ര നടത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയുള്ളൂ. അതിനുള്ള കളമൊരുക്കലാണ് ഈ സെൻസസ് വഴി സംജാതമാകുക.